വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ LSSന്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ആരൊക്കെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ LSS എന്ന് പറഞ്ഞ എക്സാം എഴുതാൻ പോകുന്നത്, ആരൊക്കെയാണ് പഠിച്ചു തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ടാകും ഈ ഒരു ടൈം ആകുമ്പോഴേക്കും. അപ്പോൾ ഓണപരീക്ഷയായിരുന്നു ഇതിന്റെ ഒരു ബേസിസിലെ കുറേ സ്കൂളിൽ LSSന് ക്വാളിഫിക്കേഷൻ നേടിയ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഓണം എക്സാം ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ സിലബസ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ LSSും കൂടെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു LSS എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ഒന്നല്ല. പക്ഷെ ഇപ്രാവശ്യം നിങ്ങളെ നേരിടാൻ പോകുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകിച്ച് മാത്സ് എന്നൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററിലും LSS മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ LSSന് അതിലും ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. അപ്പൊ അതൊക്കെ നല്ലപോലെ പഠിക്കുക, ബേസ് ഒക്കെ സെറ്റ് ആക്കിയാൽ നമുക്ക് സൂപ്പർ ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം LSSൽ ചോദിക്കാറുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം അല്ലേ. മകളെ, നമുക്ക് വായിച്ചു നോക്കാം. രാജുവിന്റെ കയ്യിൽ 4000 രൂപയുണ്ട്. 4000 റുപ്പീസ് ആണ് നമ്മുടെ ആരുടെ കയ്യിലുള്ളത്? രാജുവിന്റെ കയ്യിലുള്ളത്. അതിലാകെയുള്ള 100, 200, 500 രൂപ നോട്ടുകളുടെ എണ്ണം തുല്യമാണ്. ഈ 4000 റുപ്പീസ് നമ്മുടെ രാജുവിന് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? 100ഉം 500ഉം 200 നോട്ടുകളായിട്ട് കിട്ടിയതാണ്. പക്ഷെ എല്ലാ നോട്ടുകളും എന്താണ്? തുല്യമാണ്, ഈക്വൽ ആയിട്ടാണ് ഓരോ നോട്ടുകളുള്ളത്. അതായത് ഇപ്പൊ 100 രണ്ടെണ്ണാണെങ്കിൽ 200 രണ്ടാണ്, 500 രണ്ടാണ്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 4000 കിട്ടണം. നോട്ടുകളുടെ എണ്ണം തുല്യമായിരിക്കണം. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല അടിപൊളി ചോദ്യമാണ്. നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം അല്ലേ. എങ്കിൽ ആകെ എത്ര എണ്ണം നോട്ടുകളായിരിക്കും എന്നായിരിക്കും നമ്മളോട് ചോദ്യം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. നമ്മുടെ 500 എന്ന് പറയുന്നത് 500 എന്ന് പറയുമ്പോ എത്രയായി? 2500 ആയി. അതുപോലെ 200 5 ആയാൽ നമുക്ക് എത്ര കിട്ടി? നമുക്ക് ഏകദേശം ഒരു 1000 കിട്ടി അല്ലേ. അപ്പൊ 2500ഉം 1000ഉം പിന്നെ എന്ത് കിട്ടി? ഒരു 100ഉം 5 ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രയായിരിക്കും? മിസ് ചെയ്ത് കാണിച്ചു തരാം. 100ന്റെ നോട്ട് 5 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 500 കിട്ടും. ഇനിയോ 200ന്റെ നോട്ടും ഇതേപോലെ 5 എണ്ണമാണെങ്കിലോ നമുക്ക് 1000 കിട്ടും, 1000 കിട്ടും, 1000 കിട്ടും. അടുത്തതോ 500ന്റെ നോട്ടും ഇതേപോലെ 5 എണ്ണമാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2500 കിട്ടും. എല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. 0 + 0 + 0 എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെയും 0 ആണ്. 5ഉം 5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടി. 2 + 1 3 + 1 4, 4000 രൂപ, 4000 റുപ്പീസ് ആയിരിക്കും നമുക്കപ്പോൾ കിട്ടുക അല്ലേ. അപ്പോൾ എത്ര നോട്ടുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നും 5 നോട്ടുകൾ വീതമാണ് നമ്മൾ എടുക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചിരിക്കുന്നു അല്ലേ. അപ്പൊ മക്കളെ, ഈ ഒരു LSSന്റെ കാര്യം മിസ് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് ഈസിയും സ്പീഡാണ് ഈ ഒരു LSSന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ സ്പീഡിൽ എല്ലാം ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് വേഗം അടിപൊളിയായിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ സൈലത്തിന്റെ ബാച്ചാണ് പ്രാണ ബാച്ച് എന്ന് പറയുന്നത് അല്ലെ. 4ാം ക്ലാസ്സിലെ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്ന ഒരു ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ അതിന്റെ ലൈവ് റെക്കോർഡഡ് സെഷൻസ്, ഓരോ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാം, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ബാച്ചിലുള്ളത്. അപ്പൊ ഈ ഒരു ബാച്ച് വിദ്യാരംഭത്തോടനുബന്ധിച്ച് 15% ഓഫിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾ എല്ലാവരും നോക്കുന്ന പോലെ തന്നെ ഈ ഒരു ഓഫർ ഇന്നത്തോടുകൂടി തീരാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് മിസ് പറയുന്നത്. നിങ്ങൾ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LSSന്റെ ക്ലാസ് ഒക്കെ ഫ്രീ ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. മാത്രമല്ല ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾ അതിൽ LSSന് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്, സ്പെഷ്യലായിട്ട് LSSന് നോക്കിയിരിക്കേണ്ട ടോപ്പിക് ഏതൊക്കെയാണ് എന്നൊക്കെ അടിപൊളിയായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നുണ്ടാകും. എല്ലാ സബ്ജക്ട്സിലും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാണ ബാച്ചിൽ വെച്ച് കാണാം. ടാറ്റാ, ബൈ.